സൗത്ത് ഇന്ത്യക്ക് കുറവ്. എങ്ങനെ സൗത്ത് ഇന്ത്യക്ക് കുറവ് എനിക്ക് മനസ്സിലായില്ല. 1961 ഡീലിമിറ്റേഷൻ നടത്തിയപ്പോൾ ഉത്തർപ്രദേശിന് 86 സീറ്റ് ഉണ്ടായിരുന്നത് 85 കുറഞ്ഞു. കേരളത്തിൻ്റെ 18 സീറ്റ് 20 കൂടി. കർണാടകയുടെ 26 സീറ്റ് 28 കൂടി. കാരണം അന്ന് ഉത്തരേന്ത്യ പോപ്പുലേഷൻ താഴെ പോകുന്ന കാലം, ദക്ഷിണേന്ത്യ കയറി വരുന്ന കാലം. ഇപ്പോൾ ദക്ഷിണേന്ത്യ കയറി അതിൻ്റെ പീക്കിലെത്തി പതുക്കെ താഴെ ഇറങ്ങി തുടങ്ങി. ഉത്തരേന്ത്യ അതിൻ്റെ പീക്കിലേക്ക് എത്തി, ഇനി താഴെ ഇറങ്ങി തുടങ്ങും താമസിയാതെ, മേ ബി അടുത്ത 10 വർഷം. ഈ ജനസംഖ്യയും സ്ത്രീ സംവരണവും ഇത് തമ്മിൽ ബന്ധപ്പെടുത്താനേ പാടില്ല. വാസ്തവത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഷേപ്പ് നോക്കിയിട്ടുണ്ട്. വടക്ക് വിസ്താരം കൂടുതലാണ്, തെക്ക് വിസ്താരം കുറവാണ്. വായുജ്യത്ത് എന്ത് തലകുത്തി മറിഞ്ഞാലും തെക്ക് ജനസംഖ്യ കുറവായിരിക്കും, വടക്ക് കൂടുതലായിരിക്കും. ഭാരതത്തിൻ്റെ ഷേപ്പ് അങ്ങനെയല്ലേ? കൂടുതൽ സ്ഥലമുള്ളിടത്തല്ലേ കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൻ്റെ അതേ ജനസംഖ്യ കേരളത്തിലുണ്ടാവുമോ? ഒരാളിൻ്റെ പുറത്ത് വേറൊരാളും പിന്നെ വേറൊരാളും കൂടെ കയറി നിന്നാൽ പോലും അത്രയും ജനസംഖ്യ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. വാട്ട് എ ഫൂളിഷ് തിങ് ടു ഡു.